ക്രിസ്തുവേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിലൂടെ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ദർശനങ്ങളിലൊന്നാണ് മത്തായി 5:14. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല എന്ന് അവൻ പറഞ്ഞു. ഇരുട്ടുള്ള മുറിയിൽ ഒരു ചെറിയ മെഴുകുതിരി മതി ഇരുട്ടിനെ മാറ്റാൻ. അതുപോലെ പാപവും നിരാശയും നിറഞ്ഞ ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ വെളിച്ചമായി മാറാനാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. യേശു നമ്മോട് നിങ്ങൾ വെളിച്ചമാകണമെന്നല്ല, മറിച്ച് നിങ്ങൾ വെളിച്ചമാകുന്നു എന്നാണ് പറഞ്ഞത്. അതെ, നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവൻ്റെ വെളിച്ചം നമ്മിലൂടെ പ്രകാശിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ സംസാരം, പ്രവൃത്തി, ചിന്ത എന്നിവ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകണം. ജോലിസ്ഥലത്തോ വീട്ടിലോ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം സമാധാനം കൊണ്ടുവരുന്നതായിരിക്കണം എന്നാണ് യേശു നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്നാണ് യേശു നമ്മോട് പറഞ്ഞത്. അതുതന്നെയാണ് യേശു നമ്മെപ്പറ്റിയും ആഗ്രഹിക്കുന്നത്. ദാനിയേൽ പ്രവാചകൻ അന്യദേശത്ത് പ്രതികൂല സാഹചര്യങ്ങളിലും തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് അവൻ ആ രാജ്യത്ത് വലിയൊരു വെളിച്ചമായി മാറി. അതുപോലെ ദാനിയേലിനെ പോലെ നാം ആയിരിക്കുന്നിടത്ത് ഒരു വെളിച്ചമായി മാറണമെന്നാണ് യേശു നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. അതെ, ഒരു ക്രിസ്ത്യാനി തൻ്റെ വിശ്വാസം രഹസ്യമായി വെക്കേണ്ടവനല്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന ഒരു സാക്ഷ്യമാകണം. കഷ്ടതകൾ വരുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ലോകം നോക്കുന്നുണ്ട്. അവിടെ പരാതിപ്പെടാതെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ വെളിച്ചം പ്രകാശമാകുന്നു. എഫേസ്യർ 5:8 പറയുന്നു, മുൻപേ നിങ്ങൾ ഇരുട്ടായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു, വെളിച്ചത്തിലുള്ള മക്കളായി നടപ്പിനെന്ന്. പൗലോസും ശീലാസും തടവറയിലായിരുന്നപ്പോൾ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ സ്തുതിച്ചു. ആ വെളിച്ചം ജയിലറെയും കുടുംബത്തെയും രക്ഷയിലേക്ക് നയിച്ചു. നാം വെളിച്ചമാകുന്നത് നമ്മുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണോ? അല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം. നാം ചെയ്യുന്ന ചെറിയ നന്മകൾ പോലും, അതൊരാളെ സഹായിക്കുന്നതായിക്കോട്ടെ, ആശ്വസിപ്പിക്കുന്നതായിക്കോട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതായിരിക്കണം. മത്തായി 5:16 അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൽ പ്രിയരെ, ഈ ലോകം ഇരുട്ടിലാണെന്ന് നാം പരാതിപ്പെടാറുണ്ട്. എന്നാൽ ആ ഇരുട്ടിനെ മാറ്റാൻ ദൈവം നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു വിളക്ക് കത്തിച്ച് പാത്രത്തിനടിയിലല്ല, തണ്ടിന്മേലാണ് വയ്ക്കുന്നത്. നിങ്ങളുടെ ജീവിതമാകുന്ന വിളക്ക് കുടുംബത്തിലും സമൂഹത്തിലും പ്രകാശമായി മാറണം. യേശുവിൻ്റെ വെളിച്ചം നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകണം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ലോകത്തിൻ്റെ വെളിച്ചമായി വിളിച്ചതിനായി നന്ദി പറയുന്നു. ലോകത്തിൻ്റെ ഇരുട്ടിൽ വീണുപോകാതെ ക്രിസ്തുവിൻ്റെ സ്നേഹവും സത്യവും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകുന്നതായി തീരട്ടെ. ഞങ്ങളെ തന്നെ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.